നമസ്കാരം. ടാലി പ്രൈം 7.0യിലെ ഷെഡ്യൂൾഡ് ഓട്ടോ ബാക്കപ്പ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്തെങ്കിലും കാരണവശാൽ ടാലി ഡാറ്റ ലോസ് ആയാൽ തിരികെ ലഭ്യമാവാൻ നിർബന്ധമായും എടുക്കേണ്ട മുൻകരുതലാണ് ഡാറ്റ കൃത്യമായി ബാക്കപ്പ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നത്. ഇതുവരെ മാനുവലായോ ഓട്ടോ ബാക്കപ്പ് TDLകളോ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ബാക്കപ്പ് എടുക്കുകയോ അത് സിസ്റ്റത്തിലോ എക്സ്റ്റേണൽ ഡിവൈസുകളിലോ ഗൂഗിൾ ഡ്രൈവിലോ മറ്റ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചോ സേവ് ചെയ്ത് സൂക്ഷിക്കാറാണുള്ളത്. പക്ഷേ ഇതിൽ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളാണ് കൃത്യമായ ഇടവേളകളിൽ ബാക്കപ്പ് എടുക്കാതിരിക്കുക, സിസ്റ്റം ക്രാഷ്, മാനുവൽ എഫേർട്ട്, സ്റ്റോറേജ് മീഡിയ ക്രാഷ്, എക്സ്ട്രാ കോസ്റ്റ്, വൈറസ് അറ്റാക്സ്, എക്സിട്ര. ഇതിനെല്ലാം ഒരു പരിഹാരവുമായാണ് ഓട്ടോമാറ്റിക് ആൻഡ് സെക്യൂർ ബാക്കപ്സ് ആൻഡ് ഇറ്റ്സ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ടാലി ഡ്രൈവ് എന്ന ഓപ്ഷനിലൂടെ റിലീസ് 7.0 നിങ്ങൾക്ക് ലഭ്യമാക്കുകയാണ്. ഇതിലൂടെ സുരക്ഷിത ക്ലൗഡ് സ്റ്റോറേജ് ആയ ടാലി ഡ്രൈവിലേക്ക് ഡാറ്റ ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. ഒരു പ്രാവശ്യം ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം ഓൺ ആയിരിക്കുമ്പോഴെല്ലാം ടാലി ക്ലോസ് ചെയ്തിരുന്നാലും നിശ്ചയിച്ച സമയത്ത് ടാലി പ്രൈം സ്വയമേവ ഡാറ്റ ബാക്കപ്പ് എടുക്കും. ടാലി പ്രൈം 7.0യിൽ നിങ്ങളുടെ കമ്പനി ഡാറ്റ ബാക്കപ്പ് ടാലി ഡ്രൈവിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടാലി പ്രൈമിൽ ഡാറ്റ ഓർ ഓൾട്ട് വൈ കൊടുക്കുക. തുടർന്ന് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറിൽ നിന്ന് ഷെഡ്യൂൾഡ് ബാക്കപ്പ് സെലക്ട് ചെയ്യുക. ബാക്കപ്പ് ഡാറ്റ പാത്ത് ഡിഫോൾട്ടായി ടാലി ഡ്രൈവ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കമ്പനി നെയിമിന് താഴെ നിങ്ങൾ ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്യേണ്ട കമ്പനി തിരഞ്ഞെടുക്കുക. ഒരു കമ്പനിയോ ഒന്നിലധികം കമ്പനികളോ അല്ലെങ്കിൽ എല്ലാ കമ്പനികളും ഓൾ ഐറ്റംസ് ആയും തിരഞ്ഞെടുക്കാം. ലോഡ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്നും സെലക്ട് ചെയ്യാനായി സെലക്ട് ലോഡഡ് കമ്പനി ഡ്രിൽ ഡൗൺ ചെയ്ത് ആവശ്യമായ കമ്പനി തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഇനി ഷെഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ബാക്കപ്പ് ഫ്രീക്വൻസി വൺസ്, ഡെയിലി, വീക്ക്ലി ഓർ അല്ലെങ്കിൽ മന്ത്ലി ആയി സെറ്റ് ചെയ്യാം. ഡിഫോൾട്ടായി ഇത് ഡെയിലി ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങളുടെ കമ്പനി ഡാറ്റ പ്രതിദിനം ബാക്കപ്പ് എടുക്കുന്നതാണ് നല്ലത്. വീക്ക്ലി ഓർ മന്ത്ലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കപ്പ് എടുക്കേണ്ട ഒന്നിലധികം ദിവസങ്ങളോ തീയതികളോ സെറ്റ് ചെയ്യാം. അടുത്തതായി ബാക്കപ്പ് ചെയ്യേണ്ട സമയം സെറ്റ് ചെയ്യുക. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാവാതെ ഇരിക്കാൻ ജോലി സമയം കഴിയുന്ന സമയങ്ങളിൽ ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് നല്ലത്. ബാക്കപ്പ് മെത്തേഡും റീസ്റ്റോറബിൾ വേർഷൻസും സെറ്റ് ചെയ്യുന്നതിന് F12ൽ നിന്ന് പ്രൊവൈഡ് മെത്തേഡ് ഓഫ് ബാക്കപ്പ് യെസ് കൊടുക്കുക. അതിനുശേഷം ബാക്കപ്പ് മെത്തേഡ് ഇൻക്രിമെൻ്റൽ അല്ലെങ്കിൽ ഫുൾ തിരഞ്ഞെടുക്കുക. ഇൻക്രിമെൻ്റൽ ബാക്കപ്പ് ആദ്യം ഒരു ഫുൾ ബാക്കപ്പ് എടുക്കുകയും തുടർന്ന് കമ്പനിയുടെ ഡാറ്റയിൽ വരുത്തിയ മാറ്റങ്ങൾ മാത്രം ബാക്കപ്പ് എടുക്കുകയും ചെയ്യും. ഇതിലൂടെ സമയവും സ്റ്റോറേജ് സ്പേസും ലാഭിക്കാം. അതിനാലാണ് ഇത് ഡിഫോൾട്ടായി വെക്കേണ്ടത്. അതേസമയം ഫുൾ ബാക്കപ്പ് ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ തവണയും മുഴുവൻ കമ്പനി ഡാറ്റയും ബാക്കപ്പ് എടുക്കും. ഇതിലൂടെ ബാക്കപ്പിന് കൂടുതൽ സമയം എടുക്കുകയും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യും. ആവശ്യമായ ബാക്കപ്പ് മെത്തേഡ് കൊടുത്തിട്ട് റെസ്റ്റോറബിൾ വേർഷൻസിൻ്റെ എണ്ണം നൽകുക. അതായത് ഈ ഷെഡ്യൂളിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാൻ ലഭ്യമാവേണ്ട എത്ര പഴയ ബാക്കപ്പുകൾ സേവ് ചെയ്യണമെന്നാണ്. ഡിഫോൾട്ടായി ടാലി പ്രൈം 7 വേർഷൻ സൂക്ഷിക്കാം. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഇത് 1 മുതൽ 366 വരെ സെറ്റ് ചെയ്യാം. ടേക്ക് എ ബാക്കപ്പ് നൗ എന്ന ഓപ്ഷൻ ഡിഫോൾട്ടായി ആക്റ്റീവ് ആയിരിക്കും. ഇതുവഴി ഷെഡ്യൂൾ ചെയ്ത സമയം പിന്നീടായാലും ഒരു ബാക്കപ്പ് ഉടൻ എടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഷെഡ്യൂൾ നേരെ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കപ്പ് പാസ്വേഡോട് കൂടി സേവ് ചെയ്യുകയോ ചെയ്യാം. ഇതിലൂടെ ബാക്കപ്പ് പാസ്വേഡ് ഉള്ള ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ കഴിയൂ എന്നത് ഉറപ്പാക്കാം. ബാക്കപ്പ് പാസ്വേഡ് ഇല്ലാതെ തുടരാൻ സെറ്റ് ബാക്കപ്പ് പാസ്വേഡ് എന്ന ഓപ്ഷൻ നോ ആക്കി എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ബോക്സിൽ യെസ് കൊടുത്ത് എൻ്റർ ചെയ്യാം. ബാക്കപ്പ് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ സെക്യൂരിറ്റി ഡീറ്റെയിൽസിന് താഴെ സെറ്റ് ബാക്കപ്പ് പാസ്വേഡ് യെസ് ആക്കുക. തുടർന്ന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഒന്നിലധികം കമ്പനികൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ കമ്പനികൾക്കും ബാക്കപ്പ് പാസ്വേഡ് ബാധകമായിരിക്കും. ഇമെയിൽ ഫോർ റിക്കവറി കീ എന്ന ഫീൽഡിൽ റിക്കവറി കീ ലഭിക്കേണ്ട ഒന്നോ അതിലധികമോ മെയിൽ ഐഡികൾ കൊടുക്കുക. ഈ റിക്കവറി കീ നിങ്ങളുടെ tally.net ഐഡിയിലേക്കും അയക്കുന്നതായിരിക്കും. ബാക്കപ്പ് പാസ്വേഡ് മറന്നുപോയാൽ ഈ റിക്കവറി കീ ഉപയോഗിച്ച് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാം. ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത ശേഷം റിക്കവറി കീ ലഭിച്ചെന്ന് ഉറപ്പാക്കാൻ ഇമെയിൽ പരിശോധിക്കുക. ബാക്കപ്പ് ഷെഡ്യൂൾ സേവ് ചെയ്യാൻ Ctrl+A കൊടുക്കണം. ടാലി ഡ്രൈവിലേക്ക് ലോഗിൻ ചെയ്യാനായി നിങ്ങളുടെ .net ഐഡിയും .net പാസ്വേഡും കൊടുക്കുക. ക്രിയേറ്റ് ചെയ്ത ബാക്കപ്പ് ഷെഡ്യൂളുകൾ ഷെഡ്യൂൾഡ് ബാക്കപ്പ് റിപ്പോർട്ടിലും ടാലി ഡ്രൈവിൽ എടുത്ത ബാക്കപ്പുകൾ ടാലി ഡ്രൈവ് മാനേജ്മെന്റ് റിപ്പോർട്ടിലും കാണാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക്